ഇന്ന് രാവിലെ ഉറക്കം എണീച്ചപ്പോൾ മുതൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. മൂഡ് ആര് കൊണ്ടുപോയെന്ന് ചോദിക്കുന്നത്, മൂഡൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്തൊക്കെയോ ഒരു സങ്കടമായിരുന്നു, സങ്കടം. പിന്നെ സങ്കടം കൊണ്ടിരുന്നാൽ നടക്കത്തില്ല. ഞാൻ താഴെ പോയി അടുക്കളയിൽ ജോലി ഒതുക്കിയിട്ട് മുകളിൽ കയറി വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ കണ്ടില്ലേ, നമ്മൾ ഒരിടത്ത് ഒതുക്കുമ്പോൾ ഒരിടത്താക്കും. അതേ കണക്ക് എൻ്റെ പൂപ്പി മോള്. ഞാൻ താഴെ പോയി ജോലിയെല്ലാം ഒതുക്കിയിട്ട് മേലോട്ട് വന്നപ്പോഴത്തേന് പൂപ്പി മോൾ അവിടുത്തെ ചൂല് മൊത്തവും കടിച്ചു പറിച്ച് അവിടെ ഇട്ട് കേട്ടോ. പിന്നെ വാപ്പ കണ്ട അവളെ കൊല്ലും. കാര്യം എന്തെന്ന് പറഞ്ഞാൽ എത്ര ചൂല് വാങ്ങിച്ചാലും അവളെ കണ്ണി കണ്ടു കഴിഞ്ഞാൽ അവൾ മൊത്തവും കടിച്ചു പറിച്ച് നശിപ്പിച്ച് കളയും. അങ്ങനെ പിന്നെ ഞാനൊക്കെ തൂത്തി ഒതുക്കിയിട്ട്, തൂത്തി ഒതുക്കുമ്പോൾ നമ്മൾ ഈ ചൂല് കൊണ്ട് തൂക്കുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ബാഗിൽ ഒരു കൈ കെട്ടി വെക്കുന്നത്? അതെന്താണോ എന്തോ, എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ വെള്ളമൊക്കെ പൊക്കുമ്പോഴും ബക്കറ്റിൽ വെള്ളമൊക്കെ എടുക്കുമ്പോഴും നമ്മൾ കൈ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പൊക്കി വെച്ചേക്കും. എന്താല്ലേ അത് ശാസ്ത്രം പോകുന്ന ഓരോരോ പോക്കുകളെ. അത് കഴിഞ്ഞിട്ട് കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. അത് കഴുകി ഞാൻ വിരിച്ചിട്ട്. ഈ കഴുകാൻ എളുപ്പമാട്ടോ, വിരിച്ചിടുന്ന അത് അതിനെയും കാട്ടി പാടാണ്. എല്ലാം പാടായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഒന്നും ചെയ്യാൻ വയ്യ, മടിച്ചിയായിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ പച്ച ചുരിദാർ നല്ലൊരു ചുരിദാറായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ കളറ് ബാക്കി എല്ലാ തുണിയിലും പിടിച്ച്. പിന്നെ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അഹങ്കാരം. എനിക്കിതിൻ്റെ കളറ് പോകുന്ന എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഞാൻ ഒരുമിച്ച് വാരിയിട്ട് അലക്കി. എന്താ അല്ലേ കഴപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം വാരിയിട്ട് കഴുകി വിരിച്ചിട്ട്. പിന്നെ കളറ് പോകത്തില്ല എന്ന്, പിടിച്ചാൽ നശിച്ചു പോകുമെന്ന് എനിക്ക് ഉറപ്പുള്ള എൻ്റെ 2 വൈറ്റ് ഡ്രസ്സ് ഞാൻ മാറ്റിയിട്ട് കേട്ടോ. അത് മാറ്റിയിട്ടില്ലെങ്കിൽ അതിനകത്ത് കളർ പിടിക്കും. പിന്നെ ഇതൊക്കെ വീട്ടിൽ ഇടുന്നതായതുകൊണ്ട് പിന്നെ എപ്പോഴും മാറിയും തിരിഞ്ഞും കഴുകാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അതെല്ലാം ഒരുമിച്ചിട്ട് കഴുകി. അത് കഴിഞ്ഞ് കഴുകി റെഡിയായിട്ട് തിരിച്ച് താഴെ ഇറങ്ങി വന്നപ്പോൾ നല്ല ഇലയപ്പം കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയപ്പം. നല്ല ചൂട് ഇലയപ്പം കഴിച്ച്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിച്ചിട്ടേക്കും കേട്ടോ. അതൊക്കെ പറക്കി ഒതുക്കാനുള്ള സാധനങ്ങളാണ്. ഒതുക്ക് നടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ മുടിയൊക്കെ പിന്നിയിട്ടേക്കുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയ ആൾക്കാർ പ്രസവത്തിന് പോകുന്നതൊക്കെ മുടി പിന്നിയിട്ടേക്കുന്നത്. പണ്ട് ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സ്കൂളിൽ പോകുന്നത്. അടിപൊളി ഇലയപ്പമായിരുന്നു. അടുത്ത വീഡിയോ കാണുന്നിട്ട് ബൈ ബൈ, സീ യു.